ആക്രമണവും പ്രത്യാക്രമണവുമായി റഷ്യ യുക്രൈൻ സംഘർഷം വഷളാകുന്നതിനിടെ നോർഡ് സ്ട്രീം പൈപ്പ് ലൈനുകളിൽ ചോർച്ചയുണ്ടാക്കിയ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ യുക്രൈൻ സംഘമാണെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ജർമ്മനിയിലേക്ക് റഷ്യൻ എണ്ണ എത്തിക്കുന്ന നിർണായക പൈപ്പ് ലൈനിനുണ്ടായ സ്ഫോടനം യൂറോപ്പിൽ വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. 2022 സെപ്റ്റംബറിലായിരുന്നു സംഭവം. സാധാരണക്കാരായ ജനങ്ങളുടെ സഹായത്തോടെ യുക്രൈനിൽ നിന്നുള്ള സൈനികരാണ് അട്ടിമറിക്ക് പിന്നിൽ എന്നാണ് റിപ്പോർട്ട്. ദൌത്യത്തിനായി ഇവർ ചെറിയ ബോട്ട് ഉപയോഗിച്ചതായും പറയുന്നു. $3 ലക്ഷം തുക വരുന്ന ഈ ദൌത്യത്തിന് സ്വകാര്യമായാണ് ധനസഹായം ലഭിച്ചത്. ഉന്നത റാങ്കിലുള്ള യുക്രൈനിയൻ ജനറലായിരുന്നു നീക്കത്തിന് പിന്നിൽ. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഇക്കാര്യം അറിയാമായിരുന്നു. ആദ്യം ദൌത്യവുമായി മുന്നോട്ടു പോകുന്നതിന് അദ്ദേഹം സമ്മതം മൂളിയെങ്കിലും പിന്നീട് പിന്മാറാൻ ആവശ്യപ്പെട്ടു. വിഷയം CIA ശ്രദ്ധയിൽപ്പെട്ടതിനാലായിരുന്നു പിന്മാറ്റം. എന്നാൽ യുക്രൈന്റെ അന്നത്തെ കമാൻഡർ ഇൻ ചീഫിന്റെ നിർദ്ദേശപ്രകാരം ദൌത്യം മുന്നോട്ടു പോകുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് യുക്രൈൻ രംഗത്തെത്തി. റിപ്പോർട്ട് അസംബന്ധമാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ യുക്രൈനിൽ പങ്കില്ല എന്നും സെലൻസ്കിയുടെ വക്താവ് AFP വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു. അതേസമയം റഷ്യയിലേക്ക് കുർസ്ക് മേഖലയിൽ യുക്രൈൻ പിടിച്ചെടുത്തതായി യുക്രൈനിയൻ ആർമി ചീഫ് ജനറൽ ഒലൻസ്കർ പറഞ്ഞു. 28 ഗ്രാമങ്ങളുടെ നിയന്ത്രണമാണ് യുക്രൈന്റെ കീഴിലാക്കിയത്. ഇവിടെയുള്ള 1,80,000 റഷ്യൻ പൌരന്മാർ കുടിയൊഴിഞ്ഞുപോയി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും സൈനിക മേധാവിയും തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വെളിപ്പെടുത്തൽ നടത്തിയത്. സ്ഥിതിഗതികൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. സൈനികർ അവരുടെ ചുമതല നിറവേറ്റുന്നു. സെലൻസ്കിയുടെ ഔദ്യോഗിക ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ സൈനിക മേധാവി സെർസ്കി പറയുന്നുണ്ട്. ഏകദേശം ഒരാഴ്ചയോളം നീണ്ടുനിന്ന രൂക്ഷമായ പോരാട്ടത്തിന് ഒടുവിലാണ് റഷ്യയും തോൽപ്പിച്ച് മേഖലയുടെ നിയന്ത്രണം യുക്രൈൻ കൈക്കലാക്കിയത്. 2022 യുദ്ധം തുടങ്ങിയ ശേഷം ഇത് ആദ്യമായാണ് റഷ്യയ്ക്ക് ഇത്ര വലിയ തിരിച്ചടി നേരിടുന്നത്. എന്നാൽ ഈ കടന്നുകയറ്റത്തിന് തക്കതായ മറുപടി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലെ യുക്രൈൻ നുഴഞ്ഞുകയറ്റം അസ്ഥിരത പടർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതിന് തക്കതായ മറുപടി അവർക്ക് ലഭിക്കും. ശത്രുക്കളെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കുമെന്നും പുടിൻ പറഞ്ഞു. നുഴഞ്ഞുകയറ്റം തടയാൻ മേഖലയിൽ കൂടുതൽ സൈന്യത്തെ റഷ്യ വിന്യസിച്ചതായി പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. അതേസമയം യുക്രൈൻ ആക്രമണത്തിൽ 12 സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത്. 1,21,000 ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തതായി മേഖലാ ഗവർണർ അറിയിച്ചു. അതിനിടെ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ യുക്രൈനിലെ സ്പോറീഷ്യയിൽ ഡ്രോൺ ആക്രമണം നടത്തിയത് സ്ഥിതിഗതികൾ ഗുരുതരമാക്കിയിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് ആണവ നിലയത്തിൽ തീപിടുത്തമുണ്ടായി. ഒന്നിലധികം സ്ഫോടനങ്ങൾ നടക്കുകയും കൂളിംഗ് ടവർ തകരുകയും പ്ലാന്റിന്റെ വടക്കൻ ഭാഗത്തുനിന്ന് ഇരുണ്ട പുക ഉയരുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് യൂറോപ്പ് ആകമാനം ആശങ്കയിലാണ്. പ്ലാന്റിനു ചുറ്റും റേഡിയേഷൻ ഉണ്ടായിട്ടില്ല എന്ന് റഷ്യ നിയമിച്ച ഗവർണർ റെയ്വ്ജെനി ബാലിറ്റ്സ്കി അറിയിച്ചിട്ടുണ്ട്. ആണവ നിലയത്തിൽ ആക്രമണം നടത്തിയത് റഷ്യയാണെന്ന് യുക്രൈൻ ആരോപിച്ചു. എന്നാൽ തങ്ങളല്ല, യുക്രൈൻ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന് റഷ്യയും കുറ്റപ്പെടുത്തി. 2022 മുതൽ റഷ്യയുടെ അധീനതയിലാണ് ഇവിടം. 2 വർഷത്തിലേറെയായി ഇവിടെ വൈദ്യുതി ഉൽപ്പാദിക്കുന്നില്ല. യുക്രൈനിലെ ചെർണോബൈൽ ആണവ ദുരന്തത്തെക്കാൾ 10 മടങ്ങ് നശീകരണമാകും സ്പോറീഷ്യയ്ക്ക് ഗുരുതര കേടുപാടുകൾ സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം യുക്രൈൻ തലസ്ഥാനമായ കിയവിന്റെ പ്രാന്തപ്രദേശമായ ബ്രോവറി ജില്ലയിലെ ജനവാസ മേഖലയിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. കിയവ് ലക്ഷ്യമിട്ട് ഈ മാസം നടക്കുന്ന 2ാമത്തെ ആക്രമണമാണ് ഇതെന്ന് കിയവ് സിറ്റി സൈനിക ഭരണ മേധാവി അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.